ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, വിവരങ്ങൾ. വൃന്ദ, കഴിഞ്ഞ മാർച്ച് 24-നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ പണക്കെട്ട് അല്ലെങ്കിൽ നോട്ട് കെട്ടുകളുടെ ഒരു കൂമ്പാരം കണ്ടെത്തുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ തീ അണയ്ക്കാനെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് ഈ നോട്ട് കെട്ടുകൾ കണ്ടെത്തിയത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനുശേഷം മാർച്ച് 22-ന് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇദ്ദേഹത്തിനെ ജഡ്ജിയെ ജുഡീഷ്യൽ നടപടികളിൽ നിന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ വിലക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആരംഭിച്ച അന്വേഷണം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഫലമായി ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അദ്ദേഹത്തിന്റെ ജഡ്ജി എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇവയ്ക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ഈ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഒരു ഹർജി സമർപ്പിച്ചത്. ആ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, തൻ്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുത്തു എന്ന ആരോപണത്തിൽ കൃത്യമായി പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ ബോധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര അന്വേഷണവും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് രൂപീകരിച്ച സമിതിയും അവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണവും നടപടിക്രമങ്ങൾ പാലിക്കാത്തതാണ്. അതിനാൽ തന്നെ അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. ഈയൊരു അന്വേഷണത്തിൻ്റെ ഈ ഫലം നിലനിൽക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ജസ്റ്റിസ് ദീപ് ശങ്കർ മേത്ത അതുപോലെ തന്നെ ജസ്റ്റിസ് മാസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഈ വിധി. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ അന്വേഷണം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതാണോ എന്ന ചോദ്യമായിരുന്നു. അതിന് കൃത്യമായും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആഭ്യന്തര അന്വേഷണം നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളിൽ നിന്നും ജുഡീഷ്യൽ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയതും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാനുള്ള ശുപാർശ നൽകിയതും ഭരണഘടനാ വിരുദ്ധമല്ല എന്നും നടപടിക്രമത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്നതാണ് എന്നുമാണ് സുപ്രീം കോടതി ശരിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായും ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നോട്ട് കെട്ടുകൾ കത്തുന്നതും അഗ്നിശമന സേനാംഗങ്ങൾ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും അപ്ലോഡ് ചെയ്തിരുന്നു. അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നത്, സുപ്രീം കോടതി വെബ്സൈറ്റിലടക്കം അപ്ലോഡ് ചെയ്യുന്നത് നടപടിക്രമത്തിന് യോജിക്കാത്തതാണ് എന്നൊരു വാദം അദ്ദേഹം ഉന്നയിച്ചു. എന്നാൽ അത് നടപടിക്രമങ്ങളെ ബാധിക്കുന്നില്ല എന്നും ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിനെ ആരും എതിർത്തിരുന്നില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആഭ്യന്തര സമിതിയുടെ അന്വേഷണത്തിൽ ഹർജിക്കാരന്റെ മൗലിക അവകാശങ്ങളൊന്നും തന്നെ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നും കോടതി കണ്ടെത്തി. അത്തരത്തിൽ തന്നെ അറിയിച്ചില്ല, ഇത്തരത്തിൽ പരാതി അറിയിച്ചില്ല എന്ന രീതിയിലുള്ള ഒരു വാദമായിരുന്നു യശ്വന്ത് വർമ്മ ഉയർത്തിയത്. എന്നാൽ അത്തരത്തിൽ യാതൊരു മൗലികാവകാശ ലംഘനവും നടത്തിയിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഈ ആഭ്യന്തര സമിതി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അയക്കുകയും പാർലമെന്റിലടക്കം ചർച്ചയാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഈ റിപ്പോർട്ട് അയക്കുന്നതും ഭരണഘടനാ വിരുദ്ധമല്ല എന്നും സുപ്രീം കോടതി കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഭാവിയിൽ ആവശ്യമാണെങ്കിൽ ഇതിന് മറ്റ് അപ്പീലുകൾ നൽകാനുള്ള പഴുതുകൾ ഇട്ടുകൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടാനും പരാതി ഉയർത്താനും ഉള്ള സാധ്യതകൾ കൂടി ഇട്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് പരാതിക്കാരന് ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും അവസരവും കൊടുക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ മൗലികാവകാശങ്ങളുടെ ലംഘനമല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ അക്കമിട്ട് ഈ 6 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഈ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് 14-നാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം അതിവേഗം തന്നെ മാർച്ച് 22-ന് ഒരു ആഭ്യന്തര സമിതി രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മെയ് 2-ന് അന്വേഷണത്തിന്റെ ഫലം പുറത്തു വന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.